ഒരു ചേട്ടനും അനിയനും. അവർക്ക് അവരുടെ കൃഷിയിൽ നിന്ന് ധാരാളം വിഭവങ്ങൾ ലഭിക്കുന്നുണ്ട്. അനിയൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്നു, ചേട്ടന് ഭാര്യയും മക്കളുമുണ്ട്. ചേട്ടനാണ് എന്നേക്കാൾ കൂടുതൽ വിഭവങ്ങൾ കൊണ്ടാവശ്യം. അതുകൊണ്ട് തന്നെ അനിയൻ തൻ്റെ കളപ്പുരയിൽ നിന്നും താൻ ശേഖരിച്ചു വച്ചിരിക്കുന്ന വിഭവങ്ങൾ ചേട്ടനറിയാതെ ചേട്ടൻ്റെ കളപ്പുരയിലേക്ക് മാറ്റുന്നു. എന്നാൽ ചേട്ടൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്: തനിക്ക് മക്കളും ഭാര്യയുമുണ്ട്, അനിയന് ഇവർ ആരുമില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ വയ്യാത്ത നിമിഷങ്ങളിൽ തന്നേക്കാളും കൂടുതൽ വിഭവങ്ങൾ വേണ്ടത് അനിയനാണ്. അതുകൊണ്ട് തന്നെ ചേട്ടൻ അനിയനറിയാതെ തൻ്റെ കളപ്പുരയിൽ നിന്ന് അനിയൻ്റെ കളപ്പുരയിലേക്ക് രാത്രി വിഭവങ്ങൾ കൊണ്ടിടുന്നു. ഒരു ദിവസം രാത്രി ഇവർ സാധനങ്ങൾ കൊണ്ട് ഇടുന്നതിൻ്റെ ഇടയിൽ പരസ്പരം കണ്ടുമുട്ടുകയാണ്. ഇത് സ്നേഹത്തിൻ്റെ ഒരു കണ്ടുമുട്ടലായിരുന്നു. പരസ്പരം തങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് തിരിച്ചറിവിൻ്റെ ഒരു കണ്ടുമുട്ടൽ. സ്നേഹം നിറഞ്ഞവരെ, നാം എത്രമാത്രം നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നുണ്ട്? ലോകത്തിൽ ഒരിഞ്ച് ഭൂമിക്ക് വേണ്ടി, അല്പം പണത്തിനു വേണ്ടി പരസ്പരം കലഹിക്കുന്ന സഹോദരങ്ങളെയാണ് നാം ഇന്ന് കാണുന്നത്. എന്നാൽ രക്തബന്ധമാണ് ഏറ്റവും വലിയ വിലയുള്ളത് എന്ന് നമ്മൾ പലപ്പോഴും മറക്കുമ്പോൾ, സഹോദരങ്ങൾ തമ്മിൽ പരസ്പരം ഒരു സ്നേഹത്തിൻ്റെ കണ്ടുമുട്ടലിനായിട്ടാണ് ഈ കഥ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. ഓർക്കാം ദൈവവചനം: കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 20-ാം വാക്യം.